ഹലോ ഫ്രണ്ട്സ്, മായാസ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. അപ്പോൾ കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തൊലിയിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കാം. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് വേവിക്കാൻ നല്ല സ്വാദായിരിക്കും പുളിശ്ശേരിക്ക്. അതിനുശേഷം നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് 3-4 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇത് വേവുന്ന സമയത്തിന് നമുക്ക് അരപ്പ് ശരിയാക്കാം. നമ്മൾ അതിനായിട്ട് കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം എന്നിവ എല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം. ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് ഇതിലൊന്ന് പിടിച്ചിതൊന്ന് വെന്ത് വരണം. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി മാമ്പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പും മാമ്പഴവും എല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേകാനുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അരപ്പെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒത്തിരി നേരം തിളപ്പിക്കണ്ട. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ ഉപ്പ് പോരായെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് കടുക് വറക്കാനുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. കടുക്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് കടുക് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.